ആപ്പിൾ ഐഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ഡിസൈൻ ഉള്ള ഒരു ഐഫോൺ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് പറയാനുള്ള ഒരു ഐഫോൺ എന്ന് പറയുന്നത് iPhone 5 അല്ലെങ്കിൽ 5s അല്ലെങ്കിൽ iPhone SE ഫസ്റ്റ് ജനറേഷൻ ആ ഐഫോൺസിൻ്റെ ഡിസൈനാണ്. അത് നിങ്ങളിവിടെ കാണുന്നത് iPhone SE ഫസ്റ്റ് ജനറേഷൻ ആണ്. അതും ഈ 3 ഫോൺസിനും ഏതാണ്ട് ഒരുപോലത്തെ ഡിസൈനാണ്. അതും ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു യൂണിബോഡി ഡിസൈൻ എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒറ്റ പീസിനകത്താണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ബാക്കി വന്നേക്കുന്നതും സൈഡും എല്ലാം കൂടി ഒരു ഒറ്റ പീസാണ്. അത് അലുമിനിയം ആണ്. നമ്മൾ ബാക്കി നോക്കാൻ നേരത്ത് മെയിനായിട്ടും അലുമിനിയം തന്നെയാണ്. ബാക്കി നമുക്ക് മുകളിലും താഴെ മാത്രം ഒരു ചെറിയ ഗ്ലാസ് പോർഷൻ ഉണ്ട്. അത് ഈ ആൻറ്റിനയ്ക്കും കാര്യങ്ങൾക്കുമാണ്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് ക്യാമറയും വന്നിരിക്കുന്നത്. പിന്നെ സൈഡ് നോക്കാൻ നേരത്ത് സൈഡ് കേർവ്ഡ് ആയിട്ടുള്ള സൈഡല്ല, അതിന് പകരം ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന സൈഡാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നല്ലോണം പിടിക്കാൻ പറ്റും, കറക്റ്റായിട്ടൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. കാരണം അവിടെ കുറച്ചും കൂടെ സർഫസ് ഉണ്ട് നമുക്ക് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇപ്പോൾ പുതിയ iPhone 12ലും 12 Proയിലും ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം വന്ന റിവ്യൂ ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഫോണിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണാണ്. വളരെ ചെറിയൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ ഒറ്റ കൈ കൊണ്ട് ഉപയോഗിക്കാനും പറ്റും. അത് മാത്രമല്ല ഇവിടുത്തെ ഡിസൈൻ്റെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺസ് നോക്കുവാണെങ്കിൽ നമുക്ക് സർക്കുലർ ബട്ടൺസ് ആണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ ഉണ്ട്. പിന്നെ മേളിലാണ് നമ്മുടെ പവർ ബട്ടൺ വന്നേക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ പണ്ടത്തെ ഫോൺസിലുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഫോൺ എന്ന് പറയുമ്പം ഈ ഫോൺ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് 4 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. 2016 ഈ ഫോൺ ആദ്യം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഫോൺ നിങ്ങൾ ഉപയോഗിക്കണോ അല്ലെങ്കിൽ വാങ്ങിക്കണോ എന്നുള്ള കാര്യത്തിനകത്ത് പറ്റി പറയാനൊന്നുമില്ല. കാരണം ഇത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. വാങ്ങിക്കുന്നതിൽ തന്നെ സെക്കൻഡ് ഹാൻഡേ കിട്ടൂ. അത് മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കാനും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ ഇവിടെ വരുന്ന ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ്നിങ് പോർട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കർ റിൽസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല പ്രീമിയം ഫീൽ കിട്ടുന്ന ഡിസൈൻ തന്നെയാണ്. അത് മാത്രമല്ല നമ്മൾ ക്യാമറ മോഡ്യൂൾ നോക്കുവാണെങ്കിൽ അത് പുറത്തേക്കും തള്ളി നിൽക്കുമല്ല. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഫോൺസിനകത്ത് പോലും അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ഡിസൈനകത്ത് ഒരു കുഴപ്പം ഇപ്പമായിട്ട് പോലും പറയാനില്ല. അതായത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോൺ, അതായത് നമ്മളിവിടെ റിവ്യൂവിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോൺ ഏതാണ്ട് ഒരു 3 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഫോണാണ്. അതും ഈ ഫോൺ തറ വീണിട്ടുണ്ട്. അതുകൊണ്ട് ഈ അലുമിനിയത്തിനകത്ത് ചെറിയ ഞണുക്കൊണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഈ ഡിസൈനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അന്നത്തെ ഫോൺസിനകത്ത് വരുന്നതായിരുന്നു. കാരണം വെച്ചാൽ ഇത്രയും ചെറിയൊരു ഫോൺ ആകുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഒരുപാട് ചെറുതാവും. കാരണം അന്നത്തെ കാലത്ത് നമുക്ക് ഡിസ്പ്ലേ ബെസൽസ് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. നമുക്ക് മുകളിലും താഴെ വലിയ ബെസൽസ് ആണ് വരുന്നത്. അതും ഹോം ബട്ടൺ ഉണ്ട്. അതും ഈ ബട്ടൺ ഒരു ഗ്ലാസ് പോർഷൻ അല്ല, അതിന് ഒരു ഫിസിക്കൽ ഹോം ബട്ടൺ ആണ്. അപ്പം കാലക്രമേണ ചീത്തയാവേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ഈ 3 വർഷമായ ഈ ഫോണിനകത്ത് ഇപ്പോഴും ഹോം ബട്ടൻ്റെ പ്രശ്നം വന്നിട്ടില്ല. അതും ഈ ഹോം ബട്ടന് ടച്ച് ID കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ടച്ച് ID ഫസ്റ്റ് ജനറേഷൻ ടച്ച് ID ആണ്. അതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്. അതും അക്യുറസിയും കുറച്ച് മോശമാണ്. നമ്മൾ ഈ ഡിസ്പ്ലേയിലേക്ക് ഇനി വരാം. ഈ ഡിസ്പ്ലേയിലേക്ക് നോക്കാൻ നേരത്ത് ഇത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഡിസ്പ്ലേ ആണ്. അതായത് 4 ഇഞ്ച് ഡിസ്പ്ലേ മാത്രമാണ്. അത് 4 ഇഞ്ച് ഡിസ്പ്ലേ ആയതല്ല എൻ്റെ പ്രശ്നം. പക്ഷേ ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ വളരെ കുറവാണ്. 720p പോലും അല്ല ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ്. അതും ആപ്പിളിൻ്റെ LCD ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒരുപാട് കൂടത്തൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ ഫോണൊന്ന് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ തരും നല്ല വെയിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ കണ്ടന്റ് വായിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അതൊഴികെ വേറെ കാര്യത്തിനകത്തൊന്നും വലിയിട്ട് പറയാനൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ചെറിയ ഡിസ്പ്ലേ ആവുന്ന നേരത്ത് നമുക്ക് കണ്ടന്റ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ വീഡിയോ കാണാൻ വേണ്ടി ഈ ഫോൺ ഉപയോഗിക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ കാണുവാണെങ്കിൽ പോലും അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഗെയിം കളിക്കാൻ നേരത്തും നമുക്ക് ഇത്രയും ചെറിയ ഡിസ്പ്ലേ ആവുന്ന നേരത്ത് ഗെയിം കളിക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ അത് മാത്രമല്ല ഈ ഡിസ്പ്ലേക്കകത്ത് വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല. അതായത് 3D ടച്ചോ അല്ലെങ്കിൽ ട്രൂ ടോണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സാധാരണ ഒരു ഡിസ്പ്ലേ പോലെയാണ്. അത് ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കുറേ കാര്യത്തിനകത്ത് ബുദ്ധിമുട്ട് വരും ഈ ഫോൺ ഉപയോഗിക്കാൻ നേരത്ത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെറിയ ഫോൺ വരാൻ നേരത്ത് അല്ലെങ്കിൽ ചെറിയ ഡിസ്പ്ലേ വരാൻ നേരത്ത് നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ മെസ്സേജ് അയക്കാൻ പറ്റും. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ ഒരു ഫീഡിൽ കൂടെ ബ്രൗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു ഈ ഫോണിനകത്ത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. കാരണം ഇത് 4 വർഷം പഴക്കമുള്ള ഒരു ഫോണാകുമ്പോൾ പെർഫോമൻസിനകത്ത് ഒരുപാട് പോരായ്മ വരേണ്ടതാണ്. പക്ഷേ ഇതൊരു ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമാണ്. ഇവിടെ ഉപയോഗിച്ചിരുന്ന പ്രൊസർ ആപ്പിളിൻ്റെ A9 ചിപ്പാണ്. അത് ഇതൊരു 14 നാനോമീറ്റർ പ്രൊസറാണ്. പിന്നെ ഇവിടുത്തെ റാം എന്ന് പറഞ്ഞാൽ വെറും 2GB ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻ നമുക്ക് 16GB 32 അങ്ങനത്തെ ഓപ്ഷൻസിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതൊരു ആൻഡ്രോയിഡ് ഫോൺ ആയിരുന്നെങ്കിൽ എന്തായാലും ഈ കാലത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇതൊരു ഐഫോൺ ആയതുകൊണ്ട് ഐഫോണിൻ്റെ OS എന്ന് പറയുന്ന iOS വളരെ ലൈറ്റും പിന്നെ ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴായാൽ പോലും ഈ ഫോൺ ഉപയോഗിക്കാൻ നേരത്ത് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അതും OSൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇവിടെ ഇപ്പം ലേറ്റസ്റ്റ് OS തന്നെയാണ് ഉള്ളത്. അതായത് iOS 14 തന്നെയാണ് ഉള്ളത്. അതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ഒരു 4 വർഷം കഴിഞ്ഞ ഫോണിനകത്തും ഏറ്റവും ലേറ്റസ്റ്റ് OS ഉള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ യൂസർ എക്സ്പീരിയൻസിനെ പറ്റി പറയുവാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ ലാഗ് അനുഭവപ്പെടും. പക്ഷേ എന്നാലും അതൊരു യൂസർ എക്സ്പീരിയൻസിന് പ്രശ്നം വരുന്നൊരു കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ ദിവസേന ചെയ്യുന്ന കാര്യമായ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നെറ്റിൽ കൂടെ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുക, ഇപ്പോൾ ഗെയിം കളിക്കുക, ഫോട്ടോ എടുക്കുക, ഇങ്ങനത്തെ കാര്യത്തിനകത്തൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഗെയിം കളിക്കുന്ന കാര്യം പറയാൻ നേരത്ത് തന്നെ ആപ്പ് സ്റ്റോറിലുള്ള എല്ലാ ഗെയിംസിനകത്ത് വർക്ക് ആവുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ല തന്നെ വർക്ക് ആവുന്നുണ്ട്. ഫോൺ നല്ലോണം ചൂടാവും നല്ല ഹെവിയായ ഗെയിം കളിക്കാൻ നേരത്ത്. അപ്പോൾ അത് വരേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പഴയ ഫോണാവാൻ നേരത്ത് എന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നം വരണം. പക്ഷേ അതൊഴികെ ഞാൻ പറഞ്ഞില്ല യൂസർ എക്സ്പീരിയൻസിനകത്ത് നമുക്ക് ഇപ്പോഴായാൽ പോലും ഈ ഫോൺ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഡിസ്പ്ലേക്കകത്ത് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ.
അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ 2 GB റാമിൻ്റെ പോരായ്മയുണ്ട്. അതായത് നമ്മുടെ മെമ്മറിക്കകത്ത് ആപ്പ് ഒന്നും ഓപ്പൺ ആയി കിടക്കത്തില്ല. ഒരു 4-5 ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ മെമ്മറിയിലുള്ള ആപ്പ് എല്ലാം റീലോഡ് ആവാൻ തുടങ്ങും. അപ്പോൾ റീലോഡിങ് ടൈം കുറച്ച് കൂടുതലാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഇപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പോരായ്മയായിട്ട് വന്നേക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാമറയാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് ഫ്രണ്ട് ക്യാമറയാണ്. കാരണം ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ ഒരു 1.2 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ഇതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അത് ഈ ക്യാമറ വെച്ചെടുക്കുന്ന സെൽഫീസ് മോശമായ സെൽഫീസ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ലൈറ്റ് ഒട്ടും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് കുറവാണെങ്കിൽ പോലും നമുക്ക് ഒട്ടും ക്വാളിറ്റി ഉള്ള സെൽഫീസാണ് കിട്ടുന്നത്. അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന സെൽഫീസ് കിട്ടുന്നത് നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അത് ഇവിടുത്തെ വീഡിയോ റെക്കോർഡിംഗ്, ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട. പിന്നെ ഈ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ വലിയ കുഴപ്പമില്ല, നല്ല ലൈറ്റിങ്ങിലേക്ക് ഇരിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ബാക്ക് ക്യാമറ തരക്കേടില്ലാത്തതാണ്. പക്ഷേ നമുക്ക് ഒരെണ്ണേ കിട്ടുന്നുള്ളൂ. അതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. നമുക്കത് വെച്ച് 4K വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അതായത് 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. അത് ഈ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസ് നല്ല ലൈറ്റിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വീഡിയോസാണ് കിട്ടുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഐഫോൺ ക്വാളിറ്റി വീഡിയോ കിട്ടത്തില്ല. അതായത് ഇപ്പോൾ ഐഫോൺസിനകത്ത് വരുന്ന ക്വാളിറ്റി ഒന്നും കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസർ ഒരുപാട് പഴയതായതുകൊണ്ടാണ്. പിന്നെ ഈ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 18,000 20,000 റേഞ്ചിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നല്ല ഫോട്ടോസ് എന്നാണ് പറയാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല ഷാർപ്പാണ്, ഡൈനാമിക് റേഞ്ചും തരക്കേടില്ല. പക്ഷേ എന്നാലും നമ്മൾ ലൈറ്റ് ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നൈറ്റ് മോഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഫോട്ടോൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മോശമാവും. പക്ഷേ അല്ലാതെ നമ്മൾ പറയുവാണെങ്കിൽ ഒരു 20,000 റേഞ്ചിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒറ്റ ക്യാമറ നോക്കാൻ നേരത്ത് വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ് എടുക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ബാക്കി ക്യാമറാസ് ഒന്നും കിട്ടാത്തൊരു പോരായ്മയാണ്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ക്യാമറ എന്ന് പറയുന്ന കാര്യം ഈ ഫോണിൻ്റെ ഒരു വലിയ മോശമായ കാര്യമായി മാറിയിട്ടുണ്ട്. അത് ഇതിനെക്കാട്ടിയും വലിയൊരു പോരായ്മയായി മാറി വേറൊരു കാര്യം ഈ ഫോണിനകത്ത് ഇപ്പോൾ ഉണ്ട്. അതെന്ന് വെച്ചാൽ ബാറ്ററിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഫോൺ ഇത്രയും ചെറിയൊരു ഫോണായതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഒരു ചെറിയ ബാറ്ററിയാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഈ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1624 mAh ആണ്. അത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒരുപാട് താന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂർ വരെ ഉള്ളൂ. അപ്പോൾ അത് വളരെ കുറവാണ്. ഞാനൊരു ദിവസം തുടങ്ങുമ്പോൾ ഫുൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുവാണെങ്കിൽ ദിവസം പകുതിയാകുമ്പോൾ തന്നെ ചാർജ് തീരുമായിരുന്നു. അത് മാത്രമല്ല ഈ ഫോണിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഫോണിന് IP റേറ്റിംഗ് ഒന്നുമില്ല. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻ്റ് ആയ ഒരു ഫോണല്ല. പിന്നെ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ അടിയിൽ കാണുന്ന മാത്രമേ ഉള്ളൂ സ്പീക്കർ എന്ന് പറയുന്നത്. അത് ഈ സ്പീക്കറിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് അത്ര നല്ലതൊന്നുമല്ല. കാരണം ലൗഡ്നെസ്സും കുറവായിരുന്നു, പിന്നെ ക്വാളിറ്റിയും മോശമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇയർപീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയർപീസ് നല്ലൊരെണ്ണമാണ്. അത് ഇപ്പോഴായാൽ പോലും നമ്മൾ കോളിംഗ് സമയത്ത് നല്ലൊരു ഇയർപീസാണ്. എനിക്ക് നല്ല കോൾ എക്സ്പീരിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സിമ്മേ ഇടാൻ പറ്റൂ. അത് നാനോ സിം ആയിരിക്കണം. പക്ഷേ അത് LTE സപ്പോർട്ട് ചെയ്യുന്ന സിമ്മാണ്. പിന്നെ ഇവിടെ NFC കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ അത് 4.2 ആണ്. പക്ഷേ വൈഫൈ വേർഷൻ പഴയതാണ്. പക്ഷേ നമ്മൾ സെൻസേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് iPhone SE ഫസ്റ്റ് ജനറേഷൻ്റെ കാര്യങ്ങൾ. അത് ഈ ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ 2020 ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലൊരു ഫോണല്ല. നമ്മുടെ മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളിനകത്ത് ഒരുപാട് പോരായ്മകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് അങ്ങനത്തെ രീതി കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറും പെർഫോമൻസും ഒക്കെ തിരക്കേടില്ല നിൽക്കുവാണെങ്കിൽ പോലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡറി ഫോണായിട്ട്, അതായത് നമ്മുടെ രണ്ടാമത് കൊണ്ട് നടക്കുന്ന ഒരു ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യത്തിനകത്ത് പ്രശ്നമൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു iPhone SE ഫസ്റ്റ് ജനറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെയർ ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ iPhone SE ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ അതിനുവേണ്ടി മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇപ്പോൾ എടുക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തൊരു ഫോണാണ് ഈ iPhone SE ഫസ്റ്റ് ജനറേഷൻ. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതായത് നമുക്ക് ഈ സൈഡിൽ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന എഡ്ജ് വരുന്ന ഫോൺ, അങ്ങനത്തെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആപ്പിളിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു പുതിയ ഫോൺ വരുന്നുണ്ട്, iPhone 12 mini. അത് ചെറിയൊരു ഫോണാണ്. അതും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇപ്പോൾ 2020 ഒരു ഫോണിന് വേണ്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയൊരു ഫോൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ആ 12 mini ഏറ്റവും നല്ലൊരു ഓപ്ഷനായി മാറും. ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.